ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രണയത്തെപ്പറ്റി സംസാരിക്കാം. പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ഈ ലോകത്ത്, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രണയരംഗങ്ങളെക്കുറിച്ചാണ്. എൻ്റെ വ്യക്തിപരമായുള്ള പ്രണയരംഗങ്ങളെക്കുറിച്ചല്ല, മലയാള സിനിമയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പ്രണയരംഗങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് എൻ്റെ പ്രിയപ്പെട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെയും പ്രിയപ്പെട്ട ആവാതിരിക്കാൻ വഴിയില്ല. മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്നവരും പ്രണയിച്ചവരും പ്രണയിക്കുന്നവരും ഇനി പ്രണയിക്കാൻ പോകുന്നവരുമൊക്കെ കണ്ടാസ്വദിക്കേണ്ട കുറച്ച് ചിത്രങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ചില പ്രണയരംഗങ്ങൾ തന്നെയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. കാണുക, ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. നമുക്ക് ആദ്യം തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമ എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണുന്നു. ആ സിനിമ റിലീസായതിനു ശേഷം ഇന്നുവരെ അത് കണ്ടിട്ടുള്ള എല്ലാ തലമുറയിൽപ്പെട്ട ആൾക്കാരെയും ഒരു നിമിഷത്തേക്കെങ്കിലും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച്, തങ്ങൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർമ്മിക്കാൻ ആ ചിത്രം പ്രേരിപ്പിച്ചിരിക്കും. അതിലെ സോളമനും സോഫിയയും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട കമിതാക്കൾ തന്നെയാണ്. ഇത്ര മനോഹരമായാണ് പി പത്മരാജൻ ആ രണ്ട് കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു വച്ചിരിക്കുന്നത്. അതിലെ ഓരോ ഫ്രെയിമും പ്രണയം തന്നെയാണ്. അടിമുടി പ്രണയം നിറഞ്ഞൊരു സിനിമയാണ് എനിക്ക് ആ ചിത്രം. ജോൺസൺ മാഷുടെ എപ്പിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ചൊരു പ്രണയ ചിത്രം തന്നെയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ബൈബിളിലെ ചില വചനങ്ങൾ, അതായത് സോളമൻ്റെ ഉത്തമഗീതങ്ങളിലെ ചില വചനങ്ങൾ സാധാരണക്കാരിലേക്ക് പോലും ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് പോലും മനസ്സിൽ തട്ടുന്ന രീതിയിൽ ലാലേട്ടൻ്റെ സോളമൻ എന്ന കഥാപാത്രം പറഞ്ഞപ്പോൾ അതിലെ പ്രണയം ഏറ്റെടുക്കാത്തതായിട്ട് ഒരു കാമുകനും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ തുടക്കം മുതൽ അവസാനം വരെ ഓരോ രംഗങ്ങളും ആസ്വദിച്ച്, അതൊന്നും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു പ്രായം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ടി വിയിൽ കണ്ടു. എത്രയോ ചെറുപ്പത്തിലാണ് ആദ്യമായിട്ട് ആ പടം കാണുന്നത്. അന്ന് മുതൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പടമായിട്ട് അത് മാറി. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രവും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു മൂവി ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന ഒരു മൂവി ആദ്യം ഞാനന്ന് വയനാട്ടിൽ പഠിക്കുമ്പോഴാണ് ഈ മൂവി റിലീസായത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ മൂവി റിലീസായത്. ആ മൂവി അന്ന് കണ്ടപ്പോൾ അതൊരു അതിലെ ഒരു പ്രണയമൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിതയൊന്നും മനസ്സിലാക്കാനും മാത്രമുള്ളൊരു പ്രായത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നില്ല. അതപ്പോൾ ഒരു ഫാമിലി ഡ്രാമയായിട്ട് അങ്ങനെ കണ്ട് ആസ്വദിച്ച് വിട്ടൊരു മൂവിയാണ്. ഒരിക്കലും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്കൊന്നും എത്തിപ്പെടാത്തൊരു മൂവിയായിരുന്നു അത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ ആ മൂവി വീണ്ടും കണ്ടപ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് അതിനെ ഓരോ പ്രണയ സീനുകളും പ്രണയരംഗങ്ങളും കമൽ ക്യാമറയിൽ പകർത്തി വച്ചിരിക്കുന്നതെന്ന് അത്ഭുതത്തോടെ ഞാൻ മനസ്സിലാക്കിയത്. ദിലീപും മഞ്ജു വാര്യരും അവതരിപ്പിച്ച ഗോപിയെയും അഞ്ജലിയും ഒക്കെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ആ ഒരു പ്രായമൊക്കെ കടന്ന് നമ്മൾ ആ ഒരു എല്ലാ രീതിയിലും നമ്മൾ ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് മുമ്പോട്ടേക്ക് എത്തിയപ്പോഴാണ് ആ സിനിമയുടെ ഒരു മനോഹാരിതയും ഒരു നന്മയും നൈർമല്യവും ആ പ്രണയത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ഫീലിങ്ങും ഒക്കെ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലെടുത്ത് കാണുന്നൊരു മൂവിയും കൂടിയാണ്. പ്രത്യേകിച്ച് അതിൽ ചില സീൻസൊക്കെ അതിമനോഹരമാണ്. ദിലീപിൻ്റെ കഥാപാത്രം മഞ്ജുവിൻ്റെ കഥാപാത്രത്തോട് മനസ്സിലുള്ള തുറന്നു പറയുന്ന ആ ഒരു സീനൊക്കെ അതിനെ അത്രയും മനോഹരമാക്കിയത് ജോൺസൺ മാഷുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയാണ്. എന്താണ് ആ മനുഷ്യൻ ആ സമയത്തൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഫീല്, അത് നെക്സ്റ്റ് ലെവലാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് ആ ഒരു മൂവിയും അതിലെ പല 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 പ്രണയരംഗങ്ങളും അതിലെ പാട്ടുകളും. അടുത്തൊരു സിനിമ ഒരു ഒരു ഒരു
എൻ്റയർ പ്രണയചിത്രം എന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് കാണാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിലെ ഒരു പ്രണയം, തൻ്റെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥിയോട് ഒരു ജൂനിയർക്ക് തോന്നുന്ന ഒരു പ്രണയം, അതൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഡ്രാമയായിട്ട് മനോഹരമായിട്ട് ശ്രീ ഭദ്രൻ നമുക്ക് സമ്മാനിച്ചൊരു മൂവിയാണ് ഇടനാഴിയിലൊരു കാലൊച്ച. ആ പേര് മുതൽ തുടങ്ങുന്നു പ്രണയം, ഇടനാഴിയിലൊരു കാലൊച്ച. എന്തോ ആ ഒരു പേരിൽ തന്നെ ഒരുപാട് പ്രണയമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിനീതും കാർത്തികയും അതിമനോഹരമായി അഭിനയിച്ച ഒരു സിനിമയും കൂടിയാണ് ഇത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിൽ വാതിൽ പഴുതിലൂടെ എൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകുകയെന്ന് ദാസേട്ടൻ പാടി വെച്ചപ്പോൾ അതിൽ കൂടുതൽ എന്ത് പ്രണയഗാനമാണ് മലയാളികൾക്ക് വേണ്ടത്? എന്ത് മനോഹരമായിട്ടാണ് ആ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തോ നമ്മുടെ മനസ്സിൽ ചില സിനിമയും ചില രംഗങ്ങളും ചില ആൾക്കാരുടെ അഭിനയമൊക്കെ ഒരിക്കലും മായാതെ കിടക്കൂലേ, അതുപോലെ ശ്രീ ഭദ്രൻ നമുക്ക് തന്ന ഒരു മുത്താണ് ഇടനാഴിയിലൊരു കാലൊച്ച. സ്ഫടികമൊക്കെ പോലെ ഒരു മാസ് ഫിലിം എടുത്ത ഒരു ഡയറക്ടർ ഇങ്ങനെ ഒരു ഫിലിം കൂടെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം എന്തൊരു വെർസറ്റൈലായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എന്തോ എനിക്ക് ഈ സിനിമയും ഇതിലെ എല്ലാ ഒരു തലത്തിലുള്ളൊരു പ്രണയമൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു ഘടകമാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ സീനിയറോട് തോന്നുന്ന ഒരു പ്രണയം. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചിട്ട് വന്ന ആൾക്കാരല്ലേ, നമുക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. തോന്നാതിരിക്കാനും ഒന്നും ഉള്ള കാര്യമല്ല, നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പം അത് വികസിച്ച് അത് എത്രത്തോളം അതിൻ്റെ ഒരു കാഠിന്യത്തിലേക്ക് എത്തുന്നു എന്നും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും മൊത്തത്തിലൊരു നൃത്തത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും സംഗീതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കുറേ കടും നിറങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവികളിൽ ഒന്നും കൂടിയാണ് ഇടനാഴിയിലൊരു കാലൊച്ച. ജയഭാരതിയും സോമനും അഭിനയിച്ച വിനീതിൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള കഥാപാത്രവും വളരെ മനോഹരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടോ എൻ്റെ പ്രണയ സിനിമകളിൽ എക്കാലത്തും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഇടനാഴിയിലൊരു കാലൊച്ച. അടുത്തൊരു സിനിമ, ഇതെനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഒരു തിയേറ്ററിക്കൽ ഹിറ്റോ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ കണ്ട സിനിമയാണെന്നോ അതിപ്രശസ്തമായ ഒരു വിജയചിത്രമാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ശ്രീ രഞ്ജിത്ത് സംവിധാനം ചെയ്ത കയ്യൊപ്പ് എന്നുള്ളതാണ് ആ സിനിമ. മുതിർന്ന രണ്ടാൾക്കാരുടെ 40കൾ പിന്നിട്ട് മധ്യവയസ്സിലേക്ക് എത്തിയ രണ്ടാൾക്കാരുടെ പ്രണയം, ചെറുപ്പത്തിൽ ഒന്നിച്ച് ചേരാനാവാതെ പോയ രണ്ടാൾക്കാർ തങ്ങളുടെ പ്രണയം തിരിച്ചു പിടിക്കുന്ന അതിമനോഹരമായൊരു മൂവിയാണ് കയ്യൊപ്പ്. വളരെ പതിഞ്ഞ താളത്തിലാണ് ആ സിനിമ പോകുന്നത്. നമുക്ക് എന്തു രസമായിട്ടാണ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും സംസാര രീതിയും ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ഒരു കാമുകനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഖുശ്ബു ആണെങ്കിലും വളരെ രസകരമായിട്ട് നമുക്കൊരു പ്രണയം തോന്നിക്കുന്ന രീതിയിൽ ഉള്ളൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് അതിൽ പ്രത്യക്ഷപ്പെടുന്നത്. അംബിക സുധൻ മാങ്ങാടാണ് അത് എഴുതിയത്, രഞ്ജിത്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ ഒരു കയ്യൊപ്പ് തന്നെ ഉണ്ട് ആ മൂവിയിൽ. പല സീനുകൾ എടുക്കുന്നതിലും ഡയലോഗ്സിലും ഒക്കെ വളരെ പ്രണയം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് ഡയലോഗ്സ് അതിലുണ്ട്. അതിൽ ഈ ഒരു സിനിമ നമുക്ക് പെട്ടെന്ന്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയത് മമ്മൂക്കയുടെ ഒരു ആക്ടിങ് സ്കില്ല് കൊണ്ട് തന്നെയാണ്. ഭയങ്കര രസമായിട്ട് വളരെ സട്ടിലായിട്ട് ചില എക്സ്പ്രഷൻസും സൗണ്ട് വേരിയേഷൻസും ഒക്കെ രസകരമായിട്ട്, അതായത് പഴയ കാലത്തേക്ക് ഒരു നിമിഷം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു സംസാരം കൊണ്ട് ആ മനുഷ്യൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മളൊക്കെ കടന്നു വന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു മൂവിയും കൂടിയായിട്ടാണ് എനിക്ക് കയ്യൊപ്പിനെ ഫീൽ ചെയ്തത്. ട്രാജിക് ആണെങ്കിലും ആ അവസാനം ആ ഒരു ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെ നമ്മളെ വളരെ വളരെ പല രീതിയിലും നമ്മളെ ടച്ച് ചെയ്ത്, നമ്മുടെ മനസ്സിൻ്റെ പല 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 ഭാഗങ്ങളിലും നമ്മളെ ടച്ച് ചെയ്ത്, നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രണയവും വിരഹവും വേദനയും ഒക്കെ തന്നുകൊണ്ട് ആ മൂവി കടന്ന് പോയി അവസാനിക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ആ ഒരു മൂവി അവസാനം ഒരു വിയോജിപ്പായിട്ടുള്ളൂ. പക്ഷേ അതുവരെയുള്ള ആ യാത്രയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് മമ്മൂക്കയുടെയും ഖുശ്ബുവിൻ്റെയും ആ മനോഹരമായ ഓർമ്മകളിലെ പ്രണയം തന്നെയാണ്. എന്നോ അകന്നുപോയ ആൾക്കാർ വീണ്ടും ഒന്നിച്ച് ജീവിതം തുടങ്ങി യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്ന മൊമെൻറ്റിൽ കഥ വേറൊന്നായി പോവാണ്. പക്ഷേ അതുവരെ ആ മൂവി നമ്മളെ കൊണ്ടുപോയത് അതിമനോഹരമായ ഒരു പ്രണയത്തിൻ്റെ യാത്രയിൽ കൂടി തന്നെയാണ്. അതിന് രഞ്ജിത്തിന് തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ്.
അടുത്തൊരു മൂവിയെ പറ്റി പറയുന്ന സമയത്ത് എന്താ പറയുക, അതൊരു ഒരു പ്രണയ സിനിമയായിട്ടല്ല പറയാൻ പറ്റുക. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ എങ്ങനെ പ്രണയിക്കാൻ പറ്റും എന്ന് അതിശയത്തോടെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ആ സിനിമയിലൂടെ കിട്ടിയത്. മൊയ്തീൻ്റെ സ്വന്തം കാഞ്ചന. എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന മൂവി അതൊരു സിനിമയായിട്ട് നമുക്ക് കണക്കാക്കാനേ പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ മലയാളിയായി, നമ്മുടെ കോഴിക്കോട് മുക്കത്ത് ജീവിച്ചിരിക്കുന്ന കാഞ്ചന എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ മൊയ്തീനെ സ്നേഹിച്ച പോലെ ഏത് സ്ത്രീയാണ് ഏത് പുരുഷനെ സ്നേഹിച്ചത്? എനിക്ക് തോന്നുന്നില്ല ആരും സ്നേഹിച്ചിട്ടുണ്ടെന്ന്. മൊയ്തീൻ ആ കാലത്തിൽ വിട പറഞ്ഞു പോയെങ്കിലും ഇന്നും മൊയ്തീൻ്റെ ഭാര്യയായി മൊയ്തീന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് കാഞ്ചനയ്ക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് എന്താണ് പ്രണയം? ആ സിനിമയിൽ അതിൻ്റെ ഒരു 5% പോലും ആ പ്രണയം നമുക്ക് തരാൻ എഴുത്തിനോ സംവിധായകനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൊയ്തീനെയും കാഞ്ചനയും ഈ ലോകം മുഴുവൻ അറിയാൻ ആ സിനിമ ഒരു കാരണമാക്കി. അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതും. മൊയ്തീൻ്റെയും കാഞ്ചനയുടെയും പ്രണയം ഈ ലോകം അറിയേണ്ടത് തന്നെയാണ്. അങ്ങനെയും പ്രേമിക്കാം, അങ്ങനെയും സ്നേഹിക്കാം, അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാക്കി തരുന്നൊരു ഒരു അനുഭവമാണ് ശ്രീ മൊയ്തീൻ്റെയും കാഞ്ചനയുടെയും. ഓരോ പുരുഷനും അങ്ങനെ പ്രേമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓരോ സ്ത്രീയും അങ്ങനെ പ്രേമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ ചിലപ്പോൾ പ്രേമിക്കുന്നുണ്ടാവാം. പക്ഷെ ഇങ്ങനെ അൺകണ്ടീഷണലായിട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സ്നേഹിക്കാൻ പറ്റുക? അതൊരു പ്യുവർ മാജിക്കാണ്. അത് എന്താ പറയുക, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള സോൾസിന് മാത്രമേ അങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിൽ കാഞ്ചന ഇന്നും മൊയ്തീനെ പ്രേമിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നോ മൊയ്തീൻ അതൊക്കെ കാണുന്നുണ്ടാവാം. കാഞ്ചനയിലേക്ക് തൻ്റെ പ്രണയം മുഴുവൻ മൊയ്തീൻ ഇപ്പോഴും ചൊരിയുന്നുണ്ടാവാം. നമുക്കൊന്നും അറിയാത്ത, കാഞ്ചനയ്ക്ക് മാത്രം അറിയുന്ന, മൊയ്തീന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇത്രയുമൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പ്രണയ സിനിമകളും മലയാള സിനിമയിലെ പ്രണയങ്ങളും. ഇനിയും ഒരുപാട് ഓർത്തെടുത്താൽ ഒരുപാട് സിനിമകളും ഒരുപാട് നല്ല നിമിഷങ്ങളും രംഗങ്ങളും ഒക്കെ മലയാള സിനിമയിലുണ്ട്. എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുന്ന, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് രംഗങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം, വിചാരം, പ്രതീക്ഷ. അപ്പം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു ചാപ്റ്ററിൽ കാണാം. ഗുഡ് ബൈ.